ഇവൾ ഡേറ്റിംഗ് ആപ്പിൽ ചാറ്റ് ചെയ്യുന്നയാളെ കാണാൻ കാത്തിരിക്കുന്നു. നോക്കുമ്പോൾ അയാൾ വരാൻ ലേറ്റ് ആവുമെന്നും കുറച്ചു സമയം കൂടി വെയിറ്റ് ചെയ്യാനും പറയുന്നു. അവൾ നീ ഓൾറെഡി ലേറ്റ് ആണല്ലോ, കുറച്ചു കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും, ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്ന് മെസ്സേജ് അയക്കുന്നു. എന്നിട്ട് അവൾ വാഷ്റൂമിലേക്ക് പോകുന്നു. അപ്പോൾ വീണ്ടും അയാളുടെ മെസ്സേജ് വരുന്നു. ഞാൻ എങ്ങനെയാണ് നിന്നെ തിരിച്ചറിയേണ്ടതെന്ന് ചോദിക്കുന്നു. അതിനവൾ എന്റെ കയ്യിൽ മഞ്ഞ കളർ ബാഗ് ഉണ്ടെന്ന് പറയുന്നു. അവന്റെ അടയാളം ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടെത്തി നിന്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്നു. മാത്രമല്ല കുറച്ചു കഴിഞ്ഞ് നിന്നെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് വരുന്നു. അത് കണ്ടവൾ അവന് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് നിലവിളി ശബ്ദം കേൾക്കുന്നു. ഒരു പെണ്ണ് വന്ന് ആരോ ഒരു പെൺകുട്ടിയെ കുത്തിയെന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും പുറത്തേക്ക് ഓടുന്നു. ഇവളും അവിടേക്ക് വന്ന് അത് ആരാണെന്ന് നോക്കുന്നു. പക്ഷെ ആ കാഴ്ച കണ്ട് അവൾ ഷോക്കാവുകയാണ് ചെയ്തത്. കാരണം മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ കയ്യിലും മഞ്ഞ ഹാൻഡ് ബാഗ് ആണുള്ളത്. പാനിക്കായവൾ തന്റെ ഷർട്ട് വെച്ച് ബാഗ് മറയ്ക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം അവൾ അവിടെ നിന്ന് പേടിയോടെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. അവൾ ലിഫ്റ്റിൽ കയറുന്നു. നോക്കുമ്പോൾ ലിഫ്റ്റ് അടയാൻ പോയതും മറ്റൊരു ലേഡി വന്ന് ലിഫ്റ്റിൽ കയറുന്നു. ഡോർ ക്ലോസ് ആയതും അവളുടെ ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് മാച്ചിങ് എന്ന നോട്ടിഫിക്കേഷൻ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നു. അവൾ തന്റെ ഫോൺ എടുത്ത് നോക്കുന്നു. അതേസമയം ആ ലേഡിയുടെ ഫോണിലും നോട്ടിഫിക്കേഷൻ വരുന്നു. അവൾ തന്റെ നോട്ടിഫിക്കേഷനിലെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അത് കണ്ടവൾ ഷോക്ക് ആവുന്നു. കാരണം അത് ഇത്രയും നേരം അവളോട് ചാറ്റ് ചെയ്ത പ്രൊഫൈലാണ്. അത് ആ ലേഡിയുടേതാണ്. അവൾ പേടിയോടെ നോക്കുമ്പോൾ ആ ലേഡി അവളുടെ തൊട്ടടുത്ത് നിൽക്കുന്നു. മാത്രമല്ല അവരുടെ കയ്യിൽ ഒരു കത്തിയുമുണ്ട്. അവർ അവളോട് ആ യെല്ലോ ബാഗ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾ പേടിച്ച് വിറച്ച് കരയുന്നു. ആ ലേഡി അവളുടെ വാ പൊത്തിപ്പിടിച്ച് അവളെ കുത്തുന്നു. നോക്കുമ്പോൾ അവളുടെ കയ്യിലിരുന്ന ഷോപ്പിംഗ് ബാഗ് തറയിൽ വീഴുന്നു. അവൾ ആ മഞ്ഞ ബാഗ് ആരും കാണാതെ അതിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടി മരിക്കുന്നത് അവർ ചിരിയോടെ നോക്കി നിൽക്കുന്നു.